പല രാജ്യങ്ങളിലും ജെൻസി പിള്ളേർ തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ ഈ അടുത്താണ് കണ്ടത്. പുതുതലമുറ രോഷാകുലരാകുന്നു. അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെന്ന് അവർ ഉറക്കെ പറയുന്നു. നമ്മുടെ രാജ്യത്തും ഇത് ആവർത്തിക്കുകയാണോ എന്നാണ് ലഡാക്കിലെ സമര കാഴ്ചകൾ കണ്ടപ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യമുയർന്ന ചോദ്യം. ലഡാക്കിലെ ലേ താഴ്വര പ്രക്ഷുബ്ധമാണ്. അസ്വസ്ഥത രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. മാരകമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. നോക്കാം ലഡാക്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. മനോഹരമായ പർവ്വതനിരകളും തനതായ സംസ്കാരവും ശ്രദ്ധേയമാക്കുന്ന പ്രദേശം. ബുദ്ധമത വിശ്വാസികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ നിരവധി ഗോത്രവർഗക്കാരുടെ പ്രധാന കേന്ദ്രമാണ് ലഡാക്ക്. ലേ അതിൻ്റെ തലസ്ഥാനമാണ്. കാർഗിൽ ജില്ലയും ഇതിൻ്റെ ഭാഗമാണ്. ചരിത്രപരമായി ലഡാക്ക് ജമ്മു ആൻഡ് കശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. 2019 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ജമ്മു കശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായി. ലഡാക്ക് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയായി. ഈ യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് ലഡാക്ക് ജനങ്ങളെ അന്ന് വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. കാരണം അവർ കശ്മീർ സർക്കാരിൻ്റെ ഭരണത്തിൽ നിന്ന് മോചിതരായി എന്ന് സ്വയം കരുതി. ജമ്മു കാശ്മീരിൽ നിന്ന് വേർപ്പെടുന്നതിലൂടെ തങ്ങൾക്ക് കൂടുതൽ സ്വയം ഭരണാധികാരം ലഭിക്കുമെന്നും തങ്ങളുടെ തനതായ സംസ്കാരവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ സാധിക്കുമെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ ലഡാക്ക് നിവാസികളുടെ പ്രതീക്ഷകൾ പോലെയായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് നടന്നതൊന്നും. പല പ്രശ്നങ്ങളും ഉയർന്നു വന്നു. ഭൂപ്രകൃതി, തൊഴിലവസരങ്ങൾ, സാംസ്കാരിക സംരക്ഷണം ഇവയിലെല്ലാം ഒരു യൂണിയൻ ടെറിട്ടറി എന്ന പദവി പര്യാപ്തമല്ലെന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു ലഡാക്ക് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അതിനാൽ സുരക്ഷാ പ്രശ്നങ്ങളുള്ള നാടാണ്. 2020 ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സംഘർഷം ഉടലെടുത്തതോടെ ലഡാക്കിൻ്റെ ഭൂപ്രദേശ സുരക്ഷ വിഷയം കൂടുതൽ പ്രധാനമാക്കി. അവർ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥതകൾ പലപ്പോഴും പ്രക്ഷോഭങ്ങളുടെ രൂപത്തിൽ മെല്ലെ മെല്ലെ തലപൊക്കി തുടങ്ങിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ലഡാക്കിൽ ജനങ്ങൾ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെടാൻ തുടങ്ങി. അതായത് ലഡാക്കിന് സംസ്ഥാനത്തിൻ്റെ പദവി വേണം. ഭരണഘടനയുടെ ഷെഡ്യൂൾ 6 പ്രകാരമുള്ള ഗോത്രപ്രദേശ സംരക്ഷണവും വേണം. കഴിഞ്ഞ ദിവസം ലഡാക്ക് ഏറെ പ്രക്ഷുബ്ധമായി. ലഡാക്കിലെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് കാരണം പലതാണ്. പ്രധാന ആവശ്യം ഇതുതന്നെ, ലഡാക്കിനെ സംസ്ഥാനമായി പ്രഖ്യാപിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ ലഡാക്കിന് ബാധകമാക്കണം എന്ന ആവശ്യവുമുണ്ട്. എന്താണ് ഈ 6ാം ഷെഡ്യൂൾ? വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആസാമും മണിപ്പൂരും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകൾക്ക് കൂടുതൽ സ്വയം ഭരണാധികാരം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയാണിത്. ഈ പ്രദേശങ്ങളുടെ തനതായ സംസ്കാരം, ഭൂമി, സാമൂഹിക ഘടനകൾ ഇവയെല്ലാം സംരക്ഷിക്കുക എന്നതാണ് ഈ ഷെഡ്യൂളിൻ്റെ ലക്ഷ്യം. ലഡാക്കിന് ഈ 6ാം ഷെഡ്യൂൾ പദവി ലഭിക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയും വിഭവങ്ങളും സംസ്കാരങ്ങളുമെല്ലാം കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. ലഡാക്കിന് 6ാം ഷെഡ്യൂൾ പദവി ആവശ്യപ്പെടാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ലഡാക്കിലെ ബുദ്ധമത സംസ്കാരവും ഭാഷയും ആചാരങ്ങളും വളരെ തനതായ രൂപത്തിൽ നിലനിൽക്കുന്നവയാണ്. പുറത്തു നിന്നുള്ള സ്വാധീനം ഈ സംസ്കാരത്തെ ഇല്ലാതാക്കുമോ എന്ന് അവിടുത്തെ ജനങ്ങൾ ആശങ്കപ്പെടുന്നു. ലഡാക്കിലെ ഭൂമി പാരിസ്ഥിതികമായി വളരെ ദുർബല പ്രദേശമാണ്. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഈ പ്രദേശത്തിൻ്റെ പരിസ്ഥിതിക്ക് ദോഷകരമാകാം. 6ാം ഷെഡ്യൂൾ പദവി ലഭിച്ചാൽ ഭൂമിയുടെ മേൽ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കും. പുറത്തു നിന്നുള്ളവർക്ക് ലഡാക്കിൽ ജോലികൾ ലഭിക്കുന്നത് അവിടുത്തെ പ്രാദേശിക ജനതയുടെ തൊഴിലവസരങ്ങൾ കുറക്കും എന്നൊരാശങ്കയും നിലവിലുണ്ട്. ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് ശേഷം ജനങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒരു വേദിയില്ലാത്ത അവസ്ഥ. ഇതിനെ തുടർന്ന് ലഡാക്ക് അപ്പെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്നാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ഈ 2 സംഘടനകളാണ് ലഡാക്കിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന പ്രമുഖരിൽ ഒരാൾ സോനം വാങ്ചുക്, പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷകൻ. ലഡാക്കിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനും 6th ഷെഡ്യൂൾ പദവിക്കും വേണ്ടി അദ്ദേഹം നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പല പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വം പ്രക്ഷോഭത്തിന് വലിയ ജനപിന്തുണ നേടിക്കൊടുത്തു. സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത് ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു നിർണായക ഘട്ടമായിരുന്നു.
ലഡാക്കിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നു. നിരാഹാര സമരം ലഡാക്കിലെ ജനങ്ങളുടെ വികാരങ്ങളെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. 2024 മാർച്ച് 6 സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ലേ ചലോ മാർച്ചോടുകൂടി പ്രക്ഷോഭം വൻ ജനപങ്കാളിത്തത്തിലേക്ക് നീങ്ങി. ലേയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ നഗരങ്ങളിലേക്ക് നടത്തിയ ഈ മാർച്ചിന് പല സ്ഥലങ്ങളിലും പോലീസ് അനുമതി നിഷേധിച്ചു. ഈ സംഭവങ്ങളെല്ലാം ലഡാക്കിലെ സമാധാനപരമായ അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള വിശ്വാസം കുറഞ്ഞിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ദേശീയ മാധ്യമങ്ങളിൽ ഈ സംഭവങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കഴിഞ്ഞ ദിവസം ലഡാക്കിലെ ജൻസി പിള്ളേർ ചേർന്ന് നടത്തിയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. ലേ അരാജകത്വത്തിൽ മുങ്ങി. 4 പേർ മരിച്ചു, 70-ലധികം പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർ BJP ഓഫീസിന് തീയിട്ടു. അതേസമയം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു. ലഡാക്കിന്റെ ആവശ്യങ്ങൾക്കായി 15 ദിവസത്തെ നിരാഹാര സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക് അസ്വസ്ഥതകൾക്കിടയിൽ നിരാഹാരം അവസാനിപ്പിക്കുക പോലും ചെയ്തു. 4 മാസത്തെ ഇടവേളയ്ക്കു ശേഷം ഒക്ടോബർ 6 നടക്കാനിരുന്ന സംഘടനകളുടെ ചർച്ചകൾക്ക് തൊട്ടു മുമ്പാണ് ആക്രമണം നടക്കുന്നത്. എന്നിട്ടും പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതിന് സോനം വാങ്ചുക്കിനെതിരെ കേന്ദ്രം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയും ലക്ഷ്യമിട്ട് BJPയുടെ അമിത് മാളവ്യ അടക്കമുള്ളവർ ആരോപിക്കുന്നു. പ്രക്ഷോഭം നടത്തുന്ന ഭൂരിഭാഗം പേരും യുവാക്കളാണ്. സോനം വാങ്ചുക് ഉപവാസം അവസാനിപ്പിച്ചത് തന്നെ ഞങ്ങളുടെ സമാധാനപരമായ പോരാട്ടം പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. യുവാക്കളോട് നിങ്ങൾ അമിതമാക്കരുത് എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടാകുന്നില്ല. കർഫ്യൂ അടക്കമുള്ള നടപടികളിലൂടെ സ്ഥിതിഗതികൾ ഭരണകൂടം നിയന്ത്രിച്ചിരിക്കുന്നു. നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും സർക്കാർ സമാധാനപരമായ പ്രക്ഷോഭങ്ങളെ അവഗണിച്ചതുകൊണ്ട് യുവാക്കൾ അക്രമത്തിലേക്ക് തിരിയുകയാണ് എന്ന് സോനം വാങ്ചുക് പറയുന്നുണ്ട്. വിദേശ ഫണ്ട് സ്വീകരിച്ചുവെന്ന പേരിൽ ഇപ്പോൾ വാങ്ചുക്കിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ പിന്തുടർന്ന് വേട്ടയാടും എന്നറിയില്ല. ഇന്റർനാഷണൽ മീഡിയയായ അൽ ജസീറ പോലും ഈ പ്രക്ഷോഭത്തെ ജൻസി നയിക്കുന്ന ഹിമാലയൻ ഉണർവ് എന്നാണ് വിശേഷിപ്പിച്ചത്. യുവാക്കൾ പ്രക്ഷുബ്ധരാണ്. എത്ര അടക്കിയൊതുക്കി വെച്ചാലും അവകാശ ലംഘനങ്ങൾക്കെതിരെ യുവരോഷം അണപൊട്ടിയൊഴുകുന്നുണ്ട്. അതാണ് ലഡാക്കിലും കണ്ടത്.